മലയാള സിനിമയിൽ ഏറ്റവും അധികം ചർച്ചയായ ബന്ധമായിരുന്നു കാവ്യ മാധവന്റെയും ദിലീപിന്റെയും. ഇരുവരുടെയും ആദ്യ വിവാഹങ്ങൾ പരാജയപ്പെടുകയും പിന്നീട് ഒന്നിക്കുകയും ചെയ്തു എന്നതായിരുന്നില്ല അതിന്റെ കാരണം. തുടക്കം മുതൽ പലരും ഈ ബന്ധത്തെ സംശയദൃഷ്ടിയോടെ കണ്ടതും ദിലീപിനെതിരെയും കാവ്യയ്ക്ക് എതിരെയും ഒക്കെ നിരന്തരം സൈബർ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് ദിലീപ് കാവ്യയെ വിവാഹം ചെയ്യുന്നത്. അതിന് പിന്നാലെ നടിയെ ആക്രമിച്ച കേസ് അടക്കമുള്ള കാര്യങ്ങൾ ദിലീപിന്റെ കരിയറിന് തന്നെ വിലങ്ങുതടിയായിരുന്നു. അടുത്തിടെ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ദിലീപിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അടുത്ത കാലത്തായി താരത്തിന്റെ സിനിമകളൊക്കെ കാര്യമായ വിജയവും നേടിയിരുന്നില്ല. ഇതിലൊക്കെയും അകാരണമായി വലിച്ചിഴക്കപ്പെടുന്ന പേര് കാവ്യ മാധവന്റേത് ആയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മഞ്ജു സിനിമയിൽ ശോഭിക്കുകയും കാവ്യ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തതോടെ ചില പ്രേക്ഷകർ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ 13 വർഷങ്ങൾക്ക് മുൻപ് കാവ്യ നൽകിയൊരു അഭിമുഖവും അതിലെ പരാമർശങ്ങളും ശ്രദ്ധ നേടുകയും ചെയ്തു. അതിലെ പല വാചകങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ആരാധകർ ഇപ്പോഴും വിമർശനം തുടരുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ ഈ അഭിമുഖം യൂട്യൂബിൽ ഇപ്പോഴും അതുപോലെ തന്നെ കിടപ്പുണ്ട്. അതിലാവട്ടെ കാവ്യയ്ക്ക് എതിരായ വിമർശനത്തിന് ഒട്ടും കുറവില്ല. ഏതാണ്ട് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് ഇടയിൽ 500-ലധികം കമന്റുകളാണ് കാവ്യയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞ പല കാര്യങ്ങളും വിമർശകർ മറ്റൊരു രീതിയിലാണ് ഉന്നയിക്കുന്നത്. സ്ത്രീകൾക്ക് എതിരെയുള്ള പീഡനത്തിന് മുൻപന്തിയിൽ നിൽക്കുകയാണ് ഇന്ത്യ. അതിലും ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. അതൊക്കെ കുറയ്ക്കണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? മനുഷ്യന്മാർ ഓരോരുത്തരും നന്നാവുക എന്നതല്ലേ ചെയ്യാൻ കഴിയൂ. സ്ത്രീകളും ശ്രദ്ധിക്കുക, പുരുഷന്മാരും അതുപോലെ ശ്രദ്ധിക്കുക എന്നാണ് കാവ്യ പറയുന്നത്. പ്രണയമെന്നോ കാമുകൻ എന്നൊന്നും പറയാൻ പറ്റില്ലാത്ത ഒന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതൊരു പ്രണയം ഒന്നുമായിരുന്നില്ല. കലാകാരന്മാർക്ക് മാത്രമേ മനസ്സിൽ പ്രണയം തോന്നൂ എന്നൊന്നുമില്ല. എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. ഒരു വ്യക്തിയോട് പ്രണയം തോന്നിയിട്ടുണ്ട്. അതിൽ തന്നെ പ്രണയം അറിയിച്ച വ്യക്തിയുമുണ്ട്, അറിയിക്കാത്തവരുമുണ്ട് എന്നാണ് നടി പറഞ്ഞത്. എനിക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഒരു ടീമാണോ എന്നൊന്നും എനിക്കറിയില്ല. ബഹുജനം പലവിധം എന്നല്ലേ പറയുക. എനിക്കിപ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയണം. എന്നെക്കുറിച്ച് ആരും കുറ്റം പറയരുത് എന്നൊക്കെ വാശി പിടിക്കാൻ കഴിയില്ല. എങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാകും മുന്നിലുണ്ടാവുക എന്നാണ് കാവ്യയുടെ വാക്കുകൾ. കമന്റുകളിൽ ഏറെയും വിമർശനമായിരുന്നു. 13 വർഷം പിന്നിട്ട അഭിമുഖത്തിൽ കടുത്ത ദിവസങ്ങളിൽ കാവ്യ മാധവനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൂടുതൽ പേരും ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ചും മഞ്ജു വാര്യരുടെ കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് അതിൽ ഉന്നയിക്കുന്നത്. അല്ലാതെ കാവ്യയെ നേരിട്ട് വിമർശിക്കുന്ന കമന്റുകളും കുറവല്ല. കാവ്യയുടെ മുഖത്തിന്റെ ഈ സൗന്ദര്യം മനസ്സിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഒരു ആരാധകർ കൂട്ടിച്ചത്. കാവ്യ ഒരു സർപ്പസുന്ദരിയാണെങ്കിലും വിഷമാണെന്നും അവർ തുടക്കം മുതൽ ലക്ഷ്യം വെച്ചത് ദിലീപിനെയാണെന്നും ചിലർ ആരോപിക്കുന്നു. ശക്തമായി തിരിച്ചുവന്നത് അഭിമാനമായി കുടുംബജീവിതം നയിച്ച ഒരു സ്ത്രീയുടെ ജീവിതം തകർക്കാൻ നീ മിടുക്കിയാണ്, സമ്മതിച്ചുവെന്ന് മറ്റൊരു വിമർശകൻ പറയുന്നു. കാവ്യ ജനിച്ചത് തന്നെ മഞ്ജു വാര്യരുടെ കുടുംബം തകർക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ ജന്മലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് ഒരാൾ കുറിച്ചു. ചിന്തയും വാക്കും പ്രവൃത്തികളും തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. കാവ്യ നിഷ്കളങ്കത അഭിനയിക്കുകയാണ്. വല്ലവരുടെയും ഭർത്താവ്, അതും അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ കറക്കി എടുക്കുക എന്നായിരുന്നു അന്നത്തെ ലക്ഷ്യമെന്നും മറ്റൊരാൾ കുറിച്ചിരുന്നു.